പ്രൈസ് ലോർഡ്. ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ പാസ്റ്റർ ദാനിയേൽ നീലഗിരിയുടെ പ്രഭാത വന്ദനമറിയിക്കുന്നു. പ്രിയരെ, സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ദൈവത്തിൻ്റെ മഹാകൃപയാൽ 2026 സന്തോഷത്തോടെ പ്രവേശിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അറബിക്കടലിൻ്റെ ഈ ആർത്തിരമ്പുന്ന തിരമാലയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു അതിർത്തി ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളുമായി സംസാരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, കഴിഞ്ഞു പോയതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ദൈവം മരിച്ചിട്ടില്ല. ആ ദൈവം ഈസ് അലൈവ്. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ രാവിലെ സമയം കായംകുളം എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത്, ഈ കടൽ തീരത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല. നിങ്ങളൊരു പക്ഷേ ഒരുപാട് പേരുടെ വാക്കുകൾ കേട്ട് ഹൃദയം ക്ഷീണിച്ച് പോയിട്ടുണ്ടാകാം. പലർക്കും ചെവി കൊടുത്ത് ഡെവലപ്മെൻറ്റിലേക്കാക്കിയ നിങ്ങളുടെ പ്രതീക്ഷയെങ്കിലും നിങ്ങളെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ, നിങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ ഒരു പക്ഷേ അവരുടെ ശബ്ദം കേട്ട് നിങ്ങൾ ഫേഡപ്പായിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ ഈ 2026 പ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നൊരു കാര്യം മറ്റൊന്നുമല്ല. നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ കഴിയുന്നവരുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുമാത്രവുമല്ല, ആരെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞുവെന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ ഫെഡപ്പാകണ്ട. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല. ഈ ഒരു പക്ഷേ ചില ആളുകൾ പറയാൻ സാധ്യതയുണ്ട്, എന്നെപ്പോലെ അല്ലെ ഒരു മനുഷ്യനെപ്പോലെ 9 പേര് ലോകത്തിലുണ്ടെന്ന്. അങ്ങനെയില്ല കേട്ടോ. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രം. അതുകൊണ്ട് നിങ്ങൾ എല്ലായിടത്തും പോകണം. കർത്താവിന് വേണ്ടി ആ 10 കമാൻഡ്മെൻറ്റ്സ് പോലെ ദൈവം പറഞ്ഞതുപോലെ ആ കമാൻഡ്മെൻറ്റ്സിൽ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കൽപ്പനയായ സുവിശേഷീകരണത്തിലും നിങ്ങളുടെ പങ്ക് ഈ ദിവസങ്ങളിൽ വളരെ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത് ഞാൻ ഈ രാവിലെ ഈ പുതിയ വർഷത്തിൻ്റെ സന്ദേശമായി നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം. അതോടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. കേട്ടോ, ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് നിങ്ങളോട് പറഞ്ഞാലും, നിങ്ങളെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങിയാലും, നിങ്ങളെ പരിഗണിക്കാതെ കടന്നുപോയാലും, നിങ്ങളെ ശ്രദ്ധിക്കാതെ തഴഞ്ഞാലും, നിങ്ങൾക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാലും ഭാരപ്പെടണ്ട കേട്ടോ, ഭാരപ്പെടണ്ട. എന്നിട്ട് നിങ്ങളിൽ വെളിപ്പെടാനിരിക്കുന്ന ഒരു തേജസ്സുണ്ട്. നിങ്ങളിൽ വെളിപ്പെടാൻ, നിങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മിൽ, അത് പൗലോസ് അങ്ങനെയാണ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. ഈ അടുത്ത മറ്റൊരു കാര്യം പറയുന്നത്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നൊരാൾ പറയണമെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. സാരമില്ല എന്ന് ഏതെങ്കിലും വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ടോ? നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ പിറന്ന സഹോദരങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളുടെ ദൈവദാസൻ അങ്ങനെ പറയുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ പഠിച്ചവരാരെങ്കിലും പറയുന്നുണ്ടോ? എങ്കിൽ അവരെ ഒരിക്കലും മാറ്റി നിർത്തണ്ട. അവർ നിങ്ങളോട് കൂടെയുള്ളവർ തന്നെയാണ്. സാരമില്ല, പൗലോസ് പറയുകയാണ്, സാരമില്ല. അതിനകത്ത് നിങ്ങൾ വറീഡ് ആകേണ്ട കാര്യമില്ല. നോട്ട് വറീഡ് അബൌട്ട് ദാറ്റ്. അതിനകത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ആ ഒരൊറ്റ സെൻറ്റൻസ് മതി. നമുക്ക് ഈ കാര്യങ്ങളൊക്കെയും ആമേൻ സാരമില്ല എന്നെണ്ണാൻ പറ്റും. ആമേൻ. കാരണം എന്നിലൊരു തേജസ് വരാൻ പോവുകയാണ്. ആ തേജസ് ഇരുട്ടിൻ്റെ കാര്യം പറയുന്നത് പോലെയാണ്. ഇരുട്ടിൻ്റെ കാര്യം നമുക്കറിയാം. എന്താണ്? ഘനമേറിയ ഇരുട്ട്, തൊടാൻ പറ്റുന്ന ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഘനം കൂടിയ ഇരുട്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് ദൈവം തരാൻ പോകുന്ന തേജസ് ഘനമേറിയ തേജസ്സാണ്, ഘനം കൂടിയ തേജസ്സാണ് കേട്ടോ. അതിൻ്റെ ആ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 2026 നിങ്ങൾ ചെയ്യാൻ പോകുന്ന സുവിശേഷ പ്രവർത്തനമായിക്കോട്ടെ,
നിങ്ങൾ ചെയ്യാൻ പോകുന്ന സംഗീത ശുശ്രൂഷയായിക്കോട്ടെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന സഭാപ്രവർത്തനമായിക്കോട്ടെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന മിഷൻ പ്രവർത്തനമായിക്കോട്ടെ, ഏത് കാര്യമായിരുന്നാലും എൻ്റെ കൂടപ്പുറപ്പേ, നിങ്ങൾക്ക് ആമേൻ വരാൻ പോകുന്ന എല്ലാ കഷ്ടങ്ങളും ആ തേജസ്സിനെ ഓർത്ത് സാരമില്ല എന്നെണ്ണണം. ആമേൻ. അത് സാരമില്ലെന്നേ, പോട്ടെ എന്ന് പറയാൻ കഴിയണം. കാരണം നമ്മുടെ ഫോക്കസ് എൻ്റെ പ്രിയരെ ആമേൻ നമ്മുടെ ഘനമേറിയ തേജസ്സാണ്. നിങ്ങൾ നോക്കൂ, ഈ കടല് അങ്ങ് കിടക്കുക. ഇതിൻ്റെ അറ്റത്തുള്ളത് ഒരു പക്ഷേ മറ്റേതെങ്കിലും രാജ്യമായിരിക്കാം. പക്ഷേ ഈ കടലിനകത്ത് ഇഷ്ടം പോലെ മത്സ്യം. എന്നാൽ ഈ കടലിൻ്റെ കര കാണുന്ന ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ അല്ല 25 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യുന്ന ആളുകൾ പറയും കടലിൽ മീനില്ല എന്ന് പറയും. പക്ഷേ ദൈവത്തോട് പറയാൻ പറ്റുമോ കടലിൽ മീനില്ല എന്ന്? കാരണം കടലിൻ്റെ പരപ്പളവ് നമുക്ക് എത്രയാണെന്ന് പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞെ, മാതാവേ, പിതാവേ, 2026 നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു വച്ചിരിക്കുന്ന ഒരു പുതിയ സംരംഭമാണ്. എന്താണ് ആ സംരംഭം? ഘനമേറിയ തേജസ്സിന് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന സമയങ്ങളാണ് ഇനി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ആര് പറയുന്നതും കേൾക്കാൻ പോകണ്ട കേട്ടോ. നിങ്ങളെ ഇടിച്ച് താഴ്ത്തുന്ന ആളുകളായിരിക്കാം, അവർ പറയുന്നതൊന്നും കേൾക്കാൻ പോകണ്ട, വിട്ടേര്. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേര്, അത് നല്ല കാര്യമാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യാറ്? എല്ലാവരെയും ഞാൻ ബഹുമാനിക്കാറുണ്ട്. പക്ഷെ ആരെയും ഞാൻ തലയെ കയറ്റി വെക്കാറില്ല. എല്ലാവരെയും ഞാൻ അവർക്ക് കൈ കൊടുക്കാറുണ്ട്. പക്ഷേ ആരെയും ഞാൻ വെറുക്കാറില്ല. അവരുടെ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയാം, യെശയ്യാവിൻ്റെ പുസ്തകത്തിലൊരു വാക്യങ്ങളുണ്ട്, അതുകൂടെ ഞാൻ വായിക്കാം. 43-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു കേട്ടോ. അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. മരുഭൂമിയിൽ വഴി, നിർജ്ജന പ്രദേശത്ത് നദികൾ. ഹല്ലേലൂയ. അത് കുറച്ചുകൂടെ ആഴത്തിൽ ഗ്രഹിക്കേണ്ട ഒരു വാക്യമാണ്. മരുഭൂമിയിൽ വഴിയില്ലാത്ത സ്ഥലമാണ് മരുഭൂമി. നിർജ്ജന പ്രദേശത്ത് നീരുറവ. സ്തോത്രം. ദൈവം ഉണ്ടാക്കൂന്ന് പറഞ്ഞാൽ സുഹൃത്തെ, നിങ്ങൾക്ക് വേണ്ടി അത് ഉണ്ടാക്കിയിരിക്കും. ആർക്കും വഴിയില്ലാതെ, വഴിമുട്ടി, ഗതിമുട്ടി, സകലവും മുട്ടി മുൻപോട്ടൊരു വഴിയില്ലാതെ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം 2026 പുതിയ വഴി തുറക്കാൻ പോവുക. സ്തോത്രം. പുതിയ വഴി തുറക്കാൻ പോവുക. അപ്പോൾ ആ വഴി തുറന്നു വരുമ്പോൾ ചിലർ നിങ്ങളെ ദുഷിച്ചെന്ന് വന്നേക്കാം. ചിലർ നിങ്ങളെ ഒരു വലിയ പ്രഭാഷകൻ വന്നേക്കുന്നു എന്നൊക്കെ കമൻറ്റ് പറഞ്ഞു വന്നേക്കാം. സാരമില്ല, അവർ ഒറ്റ വേടിൽ കളഞ്ഞേക്കണം. കാരണം എന്താണെന്നറിയോ? നിത്യമേറിയ ഒരു ഘനമേറിയ തേജസ് നമുക്ക് വേണ്ടി ദൈവം വച്ചിട്ടുണ്ട്. ആ ഘനമേറിയ തേജസ് നാം പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്നറിയോ? സാരമില്ല എന്ന് ചിന്തിക്കണമേ. പുതിയതൊന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ രാവിലെ സമയം ഈ ഷോർട്ട് മെസ്സേജിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവുകയാണ്. ഒരു നീരുറവ തുറക്കാൻ പോവുക. സ്തോത്രം. ഈ നീരുറവ ആമേൻ കുറച്ച് നേരത്തേക്കല്ല, 2026 മുതൽ ആ നീരുറവയ്ക്കകത്തു നിന്ന് നിങ്ങൾ കുടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ട് കുഞ്ഞേ, മാതാവേ, പിതാവേ, സഹോദരി, ഭാരപ്പെടണ്ട കേട്ടോ. ആകാശം കാണാൻ ഞാൻ സാധാരണ പറയുന്നതല്ലേ, ആകാശം കാണാൻ എന്തുണ്ടാക്കണ്ട? തിക്കുണ്ടാക്കണ്ട, മുറ്റത്തോട്ട് ഇറങ്ങി നിന്നാൽ മതി എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ആകാശം നിങ്ങളുടെ മുമ്പിൽ ഓപ്പണായി കിടക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വഴികൾ 2026 നിനക്ക് വേണ്ടി കുഞ്ഞെ, മാതാവേ, പിതാവേ, സഹോദര, നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നിട്ടിരിക്കുകയാണ്. ആമേൻ. ആ വഴി നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ആ വഴി തന്നെയാണ് ദൈവം തുറന്നിടാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഈ 2026 പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ച് ഇനി മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ താങ്കൾ?
2025 ഒരു വിധത്തിൽ കടന്നുപോയി. 2026 എന്താണാവോ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ടെൻഷൻ അടിക്കണ്ട, ഫ്രീ ആകൂ, ടെൻഷൻ അടിക്കണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു കാര്യം ചെയ്യാൻ പോവുക. പുതിയൊരു കാര്യം പറഞ്ഞ് കൈ നെഞ്ചോട് തെരച്ചിട്ട് പറഞ്ഞ്, കർത്താവ് എനിക്ക് വേണ്ടി പുതിയ കാര്യം ചെയ്യും. രണ്ടാമത് പറഞ്ഞ്, കർത്താവ് എനിക്ക് വേണ്ടി നീരുറവ തുറക്കും. പറഞ്ഞേ, എനിക്ക് വേണ്ടി നീരുറവ തുറക്കും. ആമേൻ. നിങ്ങളൊരു ശുശ്രൂഷകനാണോ? നിങ്ങൾക്ക് വേണ്ടി നീരുറവയല്ല, ദൈവം ഒരു അണക്കെട്ട് തന്നെ റെഡിയാക്കി വെച്ചേക്കുക. ആമേൻ. സഹോദര കുഞ്ഞേ, ഒരു സുവിശേഷ പ്രവർത്തനാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വഴിയല്ല, ഒരുപാട് വഴികൾ. എവിടെയാണോ നിങ്ങൾ സ്റ്റക്കാകുന്നത് അവിടെയാണ് പുതിയ വഴി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക.